നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JB സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുന്ന തൃപ്രയാർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. ലഹരിക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അന്തർ സംസ്ഥാന സർവീസ് ബസ്സുകളിൽ പരിശോധന ശക്തമാക്കി പോലീസ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് ജില്ലയിലും അന്തർ സംസ്ഥാന ബസ്സുകളിലും പരിശോധന ശക്തമാക്കിയത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JB സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. പഠനോത്സവത്തോട് കൂടിയിട്ട് അധ്യയന വർഷം അവസാനിപ്പിക്കും. നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്ന സ്ഥലമാണ് സ്കൂൾ. അപ്പൊ അവരെ കലാകായിക മത്സരങ്ങളുടെ മികവ് നമുക്കറിയാം സ്കൂളുകൾ വഴി തന്നെയാണ് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അക്കാദമിക് കഴിവുകളും അവർ സ്കൂൾ തലത്തിൽ ഇത്തരത്തിലുള്ള ഉത്സവത്തോടു കൂടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളോട് കൂടി നടത്തുമ്പോൾ അത് അവർക്കൊരു പ്രോത്സാഹനം തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മുടെ കുട്ടികളെ എല്ലാ വിഭാഗത്തിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും തെളിവ് അറിയിച്ച പിള്ളേർ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കാണാം, ഇവിടെ എല്ലാ കുട്ടികളും ചെയ്ത കാര്യങ്ങൾ ഇവിടെ നമുക്ക് പ്രദർശനത്തിന്. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവുകളും പ്രദർശനവും കവിത, സ്കിറ്റ്, ദൃശ്യാവിഷ്കാരം, ഗണിതാസംബ്ലി, റോൾ പ്ലേ തുടങ്ങിയവ പഠനോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി. PTA പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ലതിക, അധ്യാപകരായ നിർമ്മല, BRC പ്രതിനിധി അമ്പിളി, PTA വൈസ് പ്രസിഡന്റ് ഷാരി ചന്ദ്രൻ, MPTA പ്രസിഡന്റ് നിജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 84-ാം പിറന്നാൾ ആഘോഷിക്കുന്ന തൃപ്രയാർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. തൃപ്രയാർ ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ തന്ത്രിയെ പൊന്നാട അണിയിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, PK നന്ദനൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, മെമ്പർമാരായ CS മണികണ്ഠൻ, KR ദാസൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ കമല ശ്രീകുമാർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജയ സത്യൻ, അംബിക രാമചന്ദ്രൻ, അനഘ ദാസ്, പുഷ്പ കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അന്തർ സംസ്ഥാന സർവീസ് ബസ്സുകളിൽ പരിശോധന ശക്തമാക്കി പോലീസ്. ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPSന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് ജില്ലയിലും അന്തർ സംസ്ഥാന ബസ്സുകളിലും പരിശോധന ശക്തമാക്കിയത്. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ലഹരിക്കടത്ത് വ്യാപകമാണെന്നും ബസ് യാത്രക്കാരും ജീവനക്കാരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായുള്ള രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ പോലീസ് ജില്ലാ മേധാവിയുടെ മാർഗനിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. കൊരട്ടി, ചാലക്കുടി, കൊടകര, പുതുക്കാട്, മതിലകം, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധികളിലെ വിവിധ പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിയത്. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന 21 ബസ്സുകളിലെ ജീവനക്കാരെയും യാത്രക്കാരെയും പരിശോധിച്ചു. തൃശൂർ റൂറൽ കെനൈൻ സ്ക്വാഡിലെ സ്നിഫർ ഡോഗിന്റെ സഹായത്തോടെ ചാലക്കുടി DYSP K സുമേഷ്, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, കൊരട്ടി ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടറായ ഋഷി പ്രസാദ് പ്രദീപ്, EK സിജുമോൻ, റാഷി ജെയ്സൺ, OG ഷാജു, മുഹമ്മദ് റാഫി,
KS സലീം, തോമസ്, ASI-മാരായ GBP ബാലൻ, വിൽസൺ, CPO-മാരായ ബൈജു, സുരേഷ് കുമാർ, ബിനു, വർഷ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജിയോളജിസ്റ്റായ കടലാശ്ശേരി സ്വദേശിനി കടവിൽ KC നിമ്മിയെ ദേശീയ തലത്തിൽ ആദരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെലിബ്രേറ്റിംഗ് വുമൺ ഇൻ മൈനിംഗ് സെക്ടർ എന്ന പരിപാടിയുടെ ഭാഗമായാണ് ആദരവ് നൽകിയത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഹൈദരാബാദിലാണ് സെലിബ്രേറ്റിംഗ് വുമൺ ഇൻ മൈനിംഗ് സെക്ടർ എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഖനന രംഗത്തെ മികച്ച വനിതാ ഭൗമശാസ്ത്രജ്ഞരെയാണ് ആദരിച്ചത്. KC നിമ്മിക്ക് കേന്ദ്ര കൽക്കരി ഖനിമന്ത്രി G. കിഷൻ റെഡ്ഡിയും സഹമന്ത്രി സതീഷ് ചന്ദ്ര ദുബൈയും ചേർന്ന് ആദരവ് സമ്മാനിച്ചു. 3 വർഷമായി ജിയോളജിസ്റ്റായി ജോലി ചെയ്തു വരുന്ന നിമ്മിക്ക് പഠന സമയത്ത് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ചുരുക്കം ആളുകൾ മാത്രമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലുള്ളത്. 2019 മികച്ച ജിയോളജിസ്റ്റിനുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുരസ്കാരം നിമ്മിക്ക് ലഭിച്ചിട്ടുണ്ട്. Very good afternoon to all of you. I am Nimmi, senior geologist, representing Geological Survey of India during the celebration of International Women's Day. So as a part of facilitating women in the mining sector, I have been I was one of the geologists who got nominated. I would like to acknowledge GSI for considering my work for the nomination, and all the best for all the other nominees and winners. Thank you so much. കടലാശ്ശേരി കടവിൽ വീട്ടിൽ KG ചന്ദ്രൻ, ഇന്ദിര ദമ്പതികളുടെ മകളാണ് നിമ്മി. സഹോദരൻ നിമിഷ് അഗ്രികൾച്ചർ എഞ്ചിനീയറാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് PVC വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ശുദ്ധജലം ശേഖരിക്കുന്നതിനായി 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. 500 ലിറ്ററിന്റെ ISI മാർക്കുള്ള ഡബിൾ ലെയർഡ് വാട്ടർ ടാങ്കാണ് 80 മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത്. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനുള്ള പദ്ധതികൾക്കായി വലപ്പാട് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം 14 ലക്ഷം വകയിരുത്തിയിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA തപതി, സുധീർ പട്ടാലി, ജ്യോതി രവീന്ദ്രൻ, വാർഡ് മെമ്പർമാരായ അനിത കാർത്തികേയൻ, സിജി സുരേഷ്, അനിത ത്രിദീപ്, മണി ഉണ്ണികൃഷ്ണൻ, അജ്മൽ ഷെരീഫ്, ഷൈൻ നെടിയിരിപ്പിൽ, അജയ് ഘോഷ്, രശ്മി ഷിജോ, മണിലാൽ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ, സാഗർ മിത്ര അശ്വതി, അക്വാകൾച്ചർ പ്രൊമോട്ടർ കൃഷ്ണപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച MDMA-യുമായി യുവാവ് പിടിയിൽ. മാള മേലടൂർ സ്വദേശി 21 വയസ്സുള്ള അജിത്തിനെയാണ് ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP K. സുമേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 0.37 ഗ്രാം MDMA-യുമായി പ്രതി അറസ്റ്റിലായത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണികളിലൊരാളാണ് അജിത്ത് എന്ന് പോലീസ് പറഞ്ഞു. മുൻപും ലഹരി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. അജിത്തുമായി ബന്ധമുള്ളവരെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ചാലക്കുടി സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡും ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർ N. പ്രദീപ്, സീനിയർ CPO അരുൺകുമാർ KK, സിവിൽ പോലീസ് ഓഫീസർ N. പ്രദീപ് എന്നിവരടങ്ങിയ ചാലക്കുടി പോലീസും ചേർന്നാണ് MDMA പിടിച്ചെടുത്തത്. സേവന മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകി എളവള്ളി പഞ്ചായത്ത് ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 31,72,556 രൂപ വരവും 31,14,62,000 രൂപ ചെലവും 57,43,356 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. സേവന മേഖലയ്ക്ക് 11 കോടി, പ്രാദേശിക റോഡ് 5.27 കോടി, ജലസേചനം 3 കോടി, ഉൽപാദന മേഖലയ്ക്ക് 2 കോടി രൂപ എന്നിങ്ങനെ അനുവദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. TC മോഹനൻ, PM അബു, സനൽ കുന്നത്തുള്ളി, ബിദ ഷാജി, രാജീവ് മണികണ്ഠൻ, ഷാലി ചന്ദ്രശേഖരൻ, MP ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. അമ്മാടം തേറാട്ടിൽ ഒല്ലൂക്കാരൻ അഗസ്റ്റിൻ ഭാര്യ സ്റ്റെല്ല നിര്യാതയായി. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ക്രിസ്റ്റൽ, ആൻമേരി എന്നിവർ മക്കളും ക്രിസ്റ്റീന ജെയിൻ എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8020 രൂപ, പവന് 64,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JB സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുന്ന തൃപ്രയാർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. ലഹരിക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അന്തർ സംസ്ഥാന സർവീസ് ബസ്സുകളിൽ പരിശോധന ശക്തമാക്കി പോലീസ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് ജില്ലയിലും അന്തർ സംസ്ഥാന ബസ്സുകളിലും പരിശോധന ശക്തമാക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.